തീരപ്രദേശത്തെ പെൺകുട്ടികൾക്കിടയിൽ മൂത്രാശയ രോഗങ്ങളും കിഡ്നി സ്റ്റോണും വർദ്ധിക്കുന്നു. വെള്ളം കുടിക്കുന്നത് വളരെ കുറവായതാണ് ഇതിന് കാരണമെന്ന് പഠന റിപ്പോർട്ട്. വേണ്ടത്ര ശുചിമുറി സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ പെൺകുട്ടികൾ വെള്ളം കുടിക്കുന്നതിന് വിമുഖത കാട്ടുന്നുവെന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്തെ കൗമാരക്കാർക്കിടയിൽ നടത്തിയ പഠനത്തിലാണ് വെള്ളം കുടിക്കാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്കിടയിൽ വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. 75% പെൺകുട്ടികളും പ്രതിദിനം 5 ഗ്ലാസ് വെള്ളം പോലും കുടിക്കാറില്ല. കാരണം ശുചിമുറി സൗകര്യങ്ങൾ ഇല്ല എന്നതാണ്. മൂത്രാശയ രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ എന്നിവ വ്യാപകമാകുന്നത് ആദ്യം തിരിച്ചറിഞ്ഞത് അധ്യാപകരാണ്. വെള്ളം കൂടി കുറവാണെന്ന് മനസ്സിലാക്കി. അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നു. അപ്പം പേരൻസിനോട് അന്വേഷിച്ചപ്പോഴും അവർ പറയുന്നു, സിസ്റ്റർ വീട്ടിലും വെള്ളം കുടിയില്ല, പിന്നെ കോൺവെൻറ്റിൽ സ്കൂളിൽ ഞങ്ങൾ കൊടുത്തു വിട്ടാൽ പോലും ആ വെള്ളം അതേപോലെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞു. വെള്ളം കുടിക്കാതിരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് പറയാൻ പോലും കുട്ടികൾ മടിക്കുന്നുവെന്ന് അധ്യാപകർ പറയുന്നു. എപ്പോഴും വയറുവേദന എന്നൊരു പ്രശ്നവുമായിട്ട് വരും. അപ്പോൾ അവർക്ക് ഉടനെ തന്നെ വീട്ടിൽ പോകണം. ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ് കുട്ടികൾക്ക്. ചെറിയ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ഉടനെ തന്നെ വയ്യാതാവുകയും അവർ കുഴഞ്ഞു പോവുകയാണ് കുട്ടികൾ. 35 മുതൽ 40% പെൺകുട്ടികളിലും ഹീമോഗ്ലോബിൻ കുറവാണ്. 75% കുട്ടികളിൽ വിറ്റമിനുകളുടെ കുറവും കണ്ടെത്തിയിട്ടുണ്ട്. 18% കൗമാരക്കാർ ദിവസത്തിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാറില്ലെന്നും കനൽ എന്ന സന്നദ്ധ സംഘടനയുടെ പഠനം പറയുന്നു. കേരള മോഡൽ വികസനത്തിന്റെ പല ഗുണഫലങ്ങളും ഇപ്പോഴും തീരദേശത്ത് എത്തിയിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് തീരദേശത്തെ പെൺകുട്ടികളുടെ ആരോഗ്യ നിലവാരം. ശ്രീദേവി പിള്ള, മനോരമ ന്യൂസ്, തിരുവനന്തപുരം. വെള്ളം കുടിക്കാതെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന തീരദേശത്തെ കുട്ടികൾക്കായി നൂതനമായ ഒരു പദ്ധതി നടപ്പാക്കുകയാണ് തിരുവനന്തപുരം ശംഖുമുഖത്തെ സെയിന്റ് റോക്ക് സ്കൂൾ. ചങ്ങാതിക്കൂട്ടം എന്ന പദ്ധതി ഫലം കണ്ടു തുടങ്ങിയെന്നാണ് കുട്ടികളും അധ്യാപകരും പറയുന്നത്. ഇതാണ് വാട്ടർ ബെൽ. ഇതോടെ വെള്ളം കുടിക്കാൻ പഠിപ്പിക്കുന്ന ചങ്ങാതിക്കൂട്ടത്തിന്റെ ക്ലാസ് തുടങ്ങുകയായി. നമുക്കിപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും മിക്കവരും സെൻറ്റ് റോക്സിൽ നിന്ന് ലീവ് എടുക്കുന്ന വെച്ചാൽ വയറ് വേദന, ആ വേദന, ഈ വേദന എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെള്ളം കുടിക്കാത്ത കാരണം കൊണ്ട് തന്നെയാണ് ഈ വേദനകളെല്ലാം വരുന്നത്. നല്ല ഫലം കണ്ടു തുടങ്ങിയെന്നാണ് കുട്ടികളും അവരുടെ കോർഡിനേറ്ററായ ഋതു കാരാട്ടും പറയുന്നത്. കുട്ടികൾ തന്നെയാണ് അതിലൊരു മുന്നോട്ടേക്ക് ഒരു കാല് വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിലോട്ട് അംഗങ്ങളാവാം, നമ്മൾ തന്നെ ക്യാമ്പയിൻ നടത്താം എന്നുള്ള രീതിക്ക്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോഴാണെങ്കിൽ അവർക്ക് വല്ല കൺഫ്യൂഷൻ ആണെങ്കിൽ അവർ ചോദിക്കും. മാക്സിമം 3 കവൾ വെള്ളം കൊള്ളുന്ന രീതിയിൽ കുടിക്കണം. ഇതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.